13-ാം വാർഡ് മെമ്പർ ശ്രീമതി ലിജി ജോണും സ്വാഗതം ചെയ്യുന്നു. 14-ാം വാർഡ് മെമ്പർ ശ്രീ ചിത്രചേട്ടൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ 15-ാം വാർഡ് മെമ്പർ ശ്രീ എസ് സ്വാഗതം ചെയ്യുന്നു. 16-ാം വാർഡ് മെമ്പർ ശ്രീ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 17-ാം വാർഡ് മെമ്പർ ശ്രീമതി അരുണിയ മേരിജോണിന്റെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CDS ചെയർപേഴ്സൺ ശ്രീമതി അനിത സി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പടുവടം ഫാർമേഴ്സ് സംഘം പ്രസിഡന്റ് ശ്രീ KN ചന്ദ്രനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാർഷിക സെക്രട്ടറി കാർഷിക വികസന സമിതി പ്രതിനിധി CP വനീസ് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറി ബിജു ബേബി സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാടശേഖര സമിതി ഉൾക്കാട് സെക്രട്ടറി ശ്രീ അനിൽകുമാർ CS ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കൃഷിഭവനിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും പഞ്ചായത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും വന്നിരിക്കുന്ന എല്ലാവരും കർഷകരോടും കർഷക തൊഴിലാളികളോടും അതുപോലെ ഉദ്യോഗസ്ഥരും എല്ലാ ആളുകളോടുമുള്ള ഒരിക്കൽ പറഞ്ഞുകൊണ്ട് ഞാൻ നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീമതി ദീപ ബിജു അവരുടെ ഏറെ സ്നേഹമായി സംബന്ധിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തോമസ് അവർ, നമുക്കിവിടെ മുഖ്യാതിഥിയായി എത്താൻ വന്നിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂബിൽ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സീൻ ജോയി, ഇന്ദു ചേച്ചി തുടങ്ങി വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ പ്രിയപ്പെട്ട കർഷകരെ, സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ചിങ്ങം 1 നമ്മുടെ കേരളക്കരെ ആകെ കർഷക ദിനമായി ആചരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കർഷകരെ ആദരിക്കുന്നത് വഴി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോട് അല്ലെങ്കിൽ നമുക്ക് ഈ ഭക്ഷണം തരുന്ന അന്നദാതാക്കളോട് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു ദിനമായി ഈ ദിവസം നമ്മൾ കാണുകയാണ്. ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാവിധ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഈ വർഷം അതായത് 2026 UN വനിതാ കർഷക വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വനിതാ കർഷകരെ കൂടുതൽ കാർഷിക വൃത്തിയിലേക്ക് അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, അവരുടെ പ്രവർത്തനത്തിലൂടെ കൂടുതൽ സ്ത്രീകൾക്ക് ഈ കാർഷിക മേഖലയിലേക്ക് അവസരങ്ങൾ നൽകുക തുടങ്ങി അങ്ങനെ ഒരുപാട് പദ്ധതികളാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇന്നത്തെ ഈ ദിവസത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഉദ്ഘാടന ചടങ്ങാണ്. ഈ ചടങ്ങിനെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വടക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ റിജി തോമസ് അവരുടെ നമസ്കാരം. കേരള ചിങ്ങമാസ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ആശംസകളോടുകൂടി ഇവിടെ യോഗത്തിൻ്റെ അധ്യക്ഷ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപകനും ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി ബിജു
ഇവിടെ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ, ബ്ലോക്ക് എറണാകുളം ജില്ലാ പഞ്ചായത്ത് അവിടെ DPC തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ വളർന്നുചേർന്നിരിക്കുന്ന മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരെ, പഞ്ചായത്ത് മെമ്പർമാരെ, സ്നേഹത്തിലുള്ള പൊതുപ്രവർത്തകരെ, കർഷകർ, നമ്മൾ എല്ലാ വർഷവും ചിങ്ങം 1 കർഷക ദിനമായിട്ട് ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെതായ കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഓരോ വർഷങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ ലളിതമായി പോയി രാവിലെ തുടങ്ങേണ്ടതായിരുന്നു. നമ്മൾക്ക് സംസ്ഥാനതല ഉദ്ഘാടനം, കർഷകരുടെ ഉദ്ഘാടനം കളമശ്ശേരി വെച്ചായിരുന്നു. അതുകൊണ്ട് ഉച്ചവരെയും നമ്മളെല്ലാവരും തന്നെ അങ്ങോട്ട് പോകേണ്ട വന്ന് അവിടുന്ന് അത് കഴിയുന്നതിന് മുമ്പ് പോകാനാണ് എറണാകുളം ജില്ലയിലെ എല്ലാ വിഷുവിനും കർഷകരും ഇന്ന ദിവസമാണ് ഉച്ച കഴിഞ്ഞിട്ട് കർഷകരെ ആദരിക്കുക മാത്രമല്ല അവർക്ക് അവരാണ് നമ്മളുടെ അന്നം തരുന്നത് എന്നുള്ള കാഴ്ചപ്പാട് ഇന്ന് എല്ലാ വാണികളുടെ എല്ലാ ഗവൺമെന്റുകളും അതിൻ്റെതായ പദ്ധതികളെല്ലാം തന്നെ രൂപീകരിച്ച് നമുക്ക് തരുന്നുണ്ട്. കുറേയെല്ലാം പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുന്നുണ്ട്, ഇല്ലാതെയും വരുന്നുണ്ട്. അതെല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മളുടെ ഭാഗത്തുള്ള വീഴ്ചകളുണ്ടായിട്ടുണ്ട്. ഇന്ന് കർഷക തൊഴിലാളികളായിട്ട് ആരും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ നാടിലുള്ളത്. കാരണം നമ്മൾ വ്യവസായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പോകുന്നുണ്ട്. അതിലേക്കുള്ള ആളുകൾ പോകുന്നു. പിന്നെ കുറച്ച് ആളുകൾ തൊഴിലുറപ്പുകാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇനിയുള്ള കാലഘട്ടത്തിൽ അത് നടക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പുതിയ നിയമങ്ങൾ മാറുന്നു. കർഷകരെ എത്രമാത്രം പിന്താങ്ങിയാലും പിന്തുണച്ചാലും മതിയാവാത്ത കാലഘട്ടമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടായ പ്രവർത്തനം കൊണ്ട് നമുക്ക് പഞ്ചായത്തിൻ്റെ കാർഷിക വിപണി, കർഷകരിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാർഷിക വിപണികൾ എല്ലാ സൗകര്യങ്ങളും മുൻ പഞ്ചായത്തുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും വരുന്നത് കുറെ തുച്ഛമായ സാധനങ്ങൾ മാത്രമാണ്. കർഷകരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഇപ്പൊ ബാക്കിയെല്ലാം പുറത്തുനിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിച്ച് അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് കൂടുതലും വരുന്നത്. ഒരു ഞാനിപ്പോഴും ഏത്തവാഴ മുതൽ ഏത്തകൾ നമുക്കിവിടെ ഇല്ല എന്നുള്ളത് വളരെ ചുരുക്കം. ഏതെങ്കിലും വീടുകളിൽ വന്നോ വാഴപ്പഴം വളർന്നു വാഴ കിട്ടുന്ന വെക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ പണിയെടുക്കാനാണ്. അതിനെല്ലാം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അതിന് മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. ഇവിടെ മുൻപത്തെ സഞ്ചാരകാലത്ത് ഇരിക്കുന്ന ട്രാക്ടർ മുതൽ എല്ലാ കാര്യങ്ങളെല്ലാം ഇവിടെ നശിച്ചു കിടക്കുകയാണ്. അതൊന്നും പാടത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടശേഖരമൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ലാത്ത കാലഘട്ടമാണ്. നിങ്ങളെല്ലാവരുടെയും പിന്തുണയും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമസഭയുടെ വരികയാണ്. ഗ്രാമസഭയുടെ എല്ലാം വൈകിയിട്ടുണ്ട്. ചില സാങ്കേതിക തടസ്സങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ടായതുകൊണ്ടാണ് അത്രത്തിലോ വൈകാതെ കാരണം. അല്ലെങ്കിൽ ഈ മാസം തന്നെ ഗ്രാമസഭയുടെ തുടങ്ങുകയാണ്. സാങ്കേതിക തടസ്സങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഭരണപരമായ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരുടെ വിഷയങ്ങളാണ്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പുതിയ സർക്കാർ വന്നതിന് ശേഷമുള്ള ആളുകളെ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇനിയാണെങ്കിൽ നമ്മുടെ ജീവനക്കാരെ കുറവുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താതെ പറ്റുകയും അതിൻ്റെ ഗ്രാമസഭ വൈകിപ്പോയത്. എന്തായാലും ഗ്രാമസഭയിലെല്ലാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാവണം. അത് എങ്ങനെയെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് കർഷകർക്ക് വേണ്ടിയിട്ട് തയ്യാറായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കർഷക ദിനം ഉദ്ഘാടനം ചെയ്തായ നന്ദി.
താങ്ക് യു. ഇനി ഭദ്രദീപം കൊടുക്കുകയാണ്. നിങ്ങളെന്താ അവിടെ വെക്കുന്നത്? അവിടെ പോയി നിൽക്കണം. രണ്ടേ നോട്ടെ.